നവീൻ ബാബുവിന്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് PV അൻവർ തന്നെയാണ്. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിമുഴി കുഴപ്പമാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നതിൽ എന്താണ് വസ്തുത ഉള്ളത്? അല്ല, അൻവർ പറയുന്നത് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള ചില സംശയങ്ങളുണ്ടല്ലോ. കാരണം നവീൻ ബാബു എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അതൊരു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ പിന്നിൽ അതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നതിന് കുറച്ച് കാരണം ഉണ്ടാകുമല്ലോ. ഇവിടെ അത്തരത്തിൽ സംശയിക്കാവുന്ന നിരവധിയായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ കുഴപ്പത്തിലാക്കുന്നത്, അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്നത്. ഇപ്പോൾ നവീൻ ബാബു അന്ന് രാത്രി ഭാര്യയോടും മക്കളോടും പറയണം, ഞാൻ നാളെ നമുക്ക് കാണാം, നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹം ഇറങ്ങിയെന്ന് ഡ്രൈവർ ശംസുദ്ദീൻ പറയുന്നുണ്ട്. അദ്ദേഹം മുനീശ്വരൻ കോവിലിൽ നിന്ന് അതുവരെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസിന് വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ബാക്കി അങ്ങോട്ടുള്ള ഒരു CCTV ദൃശ്യവും പോലീസിന് കിട്ടിയിട്ടില്ല. അവിടെ തന്നെ ഉഡായിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുനീശ്വരൻ കോവിലിൽ നിന്ന് മുന്നിൽ നിന്ന് നവീൻ ബാബു എങ്ങോട്ട് പോയി, ആരെ കാണാൻ പോയി, എപ്പോഴാണ് നവീൻ ബാബു തിരിച്ചു വന്നത് ഏതെങ്കിലും വാഹനത്തിലാണോ? അദ്ദേഹത്തെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നത് ഏതെങ്കിലും ഒരു വാഹനം വിളിച്ചിട്ടായിരിക്കണം അദ്ദേഹം വരേണ്ടത്. ആ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? ഇനി അതുമല്ല, പിറ്റേന്ന് രാവിലെ എത്തിയ ഈ ശംസുദ്ദീൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള ശംസുദ്ദീൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കയറാൻ ഭയമായിരുന്നു, അതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ ആളെ വിളിച്ചുകൊണ്ടാണ് വീട്ടിൽ കയറിയത് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വീടിൻ്റെ വാതിൽ തുറന്നിട്ടത് കൊണ്ട് മാത്രം എങ്ങനെയാണ് ഒരാൾക്ക് ഭയം വരിക? ആ കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പം ഗൗതം എന്നെ കാണാൻ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിന് മുന്നിൽ എൻ്റെ വീടിൻ്റെ ഡോർ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ബെല്ലടിച്ചിട്ട് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ബെല്ലടിച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറി വരാമല്ലോ, നോക്കാമല്ലോ. ഇത് ഇദ്ദേഹം വേറൊരു ന്യായമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഡ്രൈവറെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ നമ്മളെ സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. രണ്ടാമത്തത് PV അൻവർ പറഞ്ഞ കാര്യത്തിലേക്ക് PV അൻവർ വളരെ കൃത്യമായി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ തൂങ്ങാൻ ഉപയോഗിച്ച റോപ്പ്, അതായത് 5 സെന്റിമീറ്റർ ആയിരുന്നു ആ റോപ്പ്. അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് 55 കിലോ ഭാരമുള്ള നവീൻ ബാബുവിന് തൂങ്ങാൻ സാധിക്കുക എന്നതാണ് പ്രധാനമായിട്ടും പുള്ളി ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ പോലീസും അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുമാണ്. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തു. അതേ കാര്യം തന്നെയാണ് PV അൻവറും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ PV അൻവർ ഇവിടെ പറഞ്ഞ ഗുരുതരമായ ആരോപണം എന്താണ്? P ശശിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് കുറേ സമയങ്ങളായിട്ട് കുറേ അലിഗേഷൻസ്, കുറേ ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു വ്യക്തമായ ഒരു ആരോപണം ആരും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് PV അൻവർ പറയുന്നു, ഈ P ശശിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ആർക്കറിയാമായിരുന്നു? നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അങ്ങനെ നവീൻ ബാബുവിന് P ശശിയുമായി ബന്ധപ്പെട്ട രഹസ്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്നുള്ള രീതിയിലൊരു ആരോപണം ഇന്ന് ആരുന്നയിച്ചിരിക്കുന്നു? ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. എന്താണ് ആ രഹസ്യം? ഈ നവീൻ ബാബുവിന് അറിയാവുന്ന P ശശിയുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയാതിരിക്കാൻ, അല്ലെങ്കിൽ പുറത്തറിഞ്ഞാൽ P ശശിക്ക് പ്രശ്നമാകുന്ന തരത്തിലുള്ള ആ രഹസ്യം എന്താണ്? അത്തരത്തിലൊരു രഹസ്യമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അഭിനവ മുഖ്യമന്ത്രി, സൂപ്പർ മുഖ്യമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ P ശശിയിലേക്ക് കേരളത്തിൻ്റെ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും കേസ് എത്തില്ല എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിൽ ചിന്തിക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഈ പ്രശ്നം കേരളത്തിൻ്റെ ഹൈക്കോടതി വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് തന്നെയാണ് നമ്മൾക്കുൾപ്പെടെ പറയാനുള്ളത്. കാരണം ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ട്. അവിടെ ആരോപണ വിധേയമായിട്ടുള്ള ഈ പറയുന്ന PP ദിവ്യ ഈ PP ദിവ്യയുടെ ഗോഡ് ഫാദർ ആരാണ് എന്നുള്ള തരത്തിലുള്ള പല സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് P ശശിയാണെന്നും PP ദിവ്യയെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് P ശശിയുടെ ഇടപെടൽ മൂലമാണെന്നും ഉള്ള വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അതിലെന്താണ് സത്യം എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഇതിൻ്റെ മാനം വേറൊരു രീതിയിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ മഞ്ജുഷയും കുടുംബവും അവരുടെ മക്കളും ഒക്കെ എന്താണ് പറഞ്ഞത്? ഇത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ രീതിയിലുള്ള ഒരു താല്പര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കാര്യത്തിൽ എടുത്തിരുന്നത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴാണ് നമ്മളടക്കം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊരു കൊലപാതക ശ്രമമാവാനുള്ള സാധ്യതയുണ്ട്, കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ ഒരു സംശയം ഈ പറയുന്ന മഞ്ജുഷയ്ക്കും വരുന്നു. മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ കേസ് എത്തുമ്പോൾ തന്നെ സർക്കാർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്?
സർക്കാർ ഈ കുടുംബത്തിന്, അതായത് മഞ്ജുഷയുടെ ഭാര്യയ്ക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ ആ രീതിക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ആ സംശയം കുടുംബത്തിന്റെ അന്വേഷണത്തിൽ നിൽക്കണം. ശരി, നിങ്ങൾക്കൊന്നും മറക്കാനില്ല, കുടുംബത്തിന്റെ അന്വേഷണം അങ്ങനെയാണെങ്കിൽ, ആവശ്യം അങ്ങനെയാണെങ്കിൽ നേരെ CBIക്ക് പോയിക്കോട്ടെ എന്നല്ലേ സർക്കാർ പറയേണ്ടത്? സർക്കാർ ആരെയാണ് ഭയക്കുന്നത്? എന്നിട്ട് പറയുന്നു, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് സ്വന്തം പോലീസ് സേനയിൽ വിശ്വാസമില്ല എന്നുള്ള നിലവരില്ലേ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷിച്ചോട്ടെ എന്ന് പറയുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പല ആളുകളുടെ കേസും എങ്ങനെയാണ് CBIക്ക് വിട്ടത്? വാളയാർ പെൺകുട്ടികളുടെ കേസ് CBIക്ക് വിട്ടില്ലേ? ഒക്കെ പോട്ടെ, എല്ലാ കേസും വിടാം. സരിത എസ് നായർ ഒരു പരാതി കൊടുത്തു, CBI അന്വേഷണത്തിന് വിടണം. ആർക്കെതിരെ? ഉമ്മൻചാണ്ടിക്കെതിരെ, KC വേണുഗോപാലിനെതിരെ, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയൊക്കെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CBIക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പറയുന്നു, ഞങ്ങളുടെ വിശ്വാസമില്ല, ഞങ്ങളുടെ പോലീസ് നന്നായി അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇരയുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങളത് വിടുന്നു. ആ ന്യായം എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? എന്തേ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനും ആ ഒരു ന്യായം പാവപ്പെട്ട ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ കണ്ണുനീരിന് മുന്നിൽ ഇവിടുത്തെ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത്? ഇവിടുത്തെ സഖാക്കൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഈ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിക്കാത്തത്? അടിമവൽക്കരിച്ചത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ അടിമവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇവർ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവരെ ഇങ്ങനെ മയക്കി, കണ്ണിൽ പൊടിയിട്ട് മയക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ തരത്തിലുള്ള എന്താണ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ കള്ളം നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഇതിൽ അൻവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഒരാൾ തൂങ്ങി മരണമാണെങ്കിൽ മലമൂത്ര വിസർജനം നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കാര്യം എവിടെയും സൂചിപ്പിക്കുന്നില്ല. സാധാരണ ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു സംഭവം ഇതുവരെ മുമ്പ് റിപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അത് ശരിയാണ്. പൊതുവേ ഒരാൾ തൂങ്ങി മരിക്കുമ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ തൂങ്ങി മരിച്ചു എന്നാണല്ലോ പറയുന്നത്. അതായത് 0.5 സെന്റിമീറ്ററിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു അയൽ ഉപയോഗിക്കുന്ന ഒരു കയർ ഉപയോഗിച്ചുകൊണ്ടാണ് 55 കിലോ ഭാരമുള്ള നവീൻ ബാബു തൂങ്ങി മരിച്ചത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ആരോപണം എന്ന് പറയുന്നത് നവീൻ ബാബുവിനെ കൊന്നിട്ട് തൂക്കിയിട്ടതാണോ എന്നുള്ളതാണ്. അത്തരം രീതിയിലാണോ എന്ന് അന്വേഷണം പോയിട്ടില്ല. കാരണം നിരവധി അത്തരം രീതിയിൽ അന്വേഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ടായിട്ടും ആ അന്വേഷണം ആ രീതിയിൽ പോയിട്ടില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ പി ശശിയെക്കുറിച്ച് നമുക്കറിയാം, അൻവറിന് നേരത്തെ തന്നെ വലിയ രീതിയിൽ പി ശശിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അൻവർ ആരോപണങ്ങൾ നടത്തിയതാണ്. അൻവറിന് വ്യക്തിപരമായിട്ട് ഒരുപാട് വൈരാഗ്യമുണ്ട് പി ശശിയോട്. അപ്പം അത് ഏത് രീതിയിൽ കാണണം എന്നുള്ളത് പൊതുസമൂഹം തന്നെ തീരുമാനിക്കട്ടെ, പോലീസ് തന്നെ അത് കണ്ടെത്തട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യം ചിന്തിച്ച് നോക്കൂ. ഈ നവീൻ ബാബു തൂങ്ങി അദ്ദേഹം മരണപ്പെട്ട് നിൽക്കുന്നതിൻ്റെ വീഡിയോഗ്രഫി പോലീസ് ചിത്രീകരിച്ചിട്ടുണ്ടോ? ഫോട്ടോ കൃത്യമായി എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാല് നിലത്ത് തൊട്ടിരുന്നോ? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത് ബന്ധുക്കൾ ഉണ്ടാവണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതെ, മരണപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ ബന്ധുക്കൾ ഉണ്ടാവണം എന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് അറിയില്ലേ? അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലേ? അവർ ആദ്യമായിട്ടാണോ ഇത് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് അനിൽ പി ബാബു എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അനിൽ പി നായർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട്. ആ ബന്ധു കൃത്യമായി പറയുന്നുണ്ട്, തങ്ങൾ വന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇവർ ഗൗനിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ ആവശ്യം അവർ അംഗീകരിക്കാത്തത്? അതുപോലെ തന്നെ ഈ ഏതൊരാളും ശത്രുവിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇനി ഒരു തരത്തിൽ ഇത് കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് എത്തുള്ളൂ. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ CBI അന്വേഷണം CBIയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിന് സാധിക്കൂ. 12-ാം തീയതി എന്തായാലും കോടതി വിധി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിഴലിക്കുന്ന ഒരു കേസാണിത് എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ അതിന് ആ ഇൻക്വസ്റ്റ് നടപടികളിലൂടെ തന്നെ പോലീസ് അത് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ യൂറിനറി ബ്ലാഡറിൽ ജലാംശമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഒരാൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് യൂറിൻ ഇല്ലാതിരിക്കുക. ഏതൊരു മനുഷ്യന്റെ ബ്ലാഡറിലും അല്പം യൂറിനറി ബ്ലാഡർ ഉണ്ടാവും. അപ്പം ഈ തൂങ്ങി മരിക്കുന്ന സമയത്ത് ഈ മലമൂത്ര വിസർജനം നടത്തിയതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അത് കാണുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ രക്തക്കറ അടിവസ്ത്രത്തിലുള്ള രക്തക്കറയെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല, പറയുന്നില്ല. ആ പോസ്റ്റ്മോർട്ടത്തിൽ അത് പറയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പിന്നെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പം
നമ്മളെ ഈ ചില രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ബ്ലഡ് വരാം, അത്തരത്തിലുള്ള രോഗങ്ങളെ പറ്റിയും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇതിനുള്ളിൽ ഈ രക്തക്കറ വന്നു? ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തൂങ്ങി മരിച്ചത് തന്നെയാണോ? ഈ മലമൂത്ര വിസർജനം ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിൽ സംശയിക്കാമല്ലോ. ഈ തൂങ്ങി മരിക്കുന്ന എല്ലാവരും മലമൂത്ര വിസർജനം നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഭൂരിഭാഗം ആളുകളും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ നെർവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം വേണം. ആ കുടുംബത്തിന് നീതി കിട്ടണം. ഇനി ഒരു ഉദ്യോഗസ്ഥനും മാത്രവുമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിരുന്നു കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ വാങ്ങി പോകാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പി ശശി നിരവധി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ തന്നെ നിർബന്ധിപ്പിച്ചു. അതൊക്കെ ചെയ്യേണ്ടതിൽ മനം മടുത്തുകൊണ്ടാണ് നവീൻ ബാബു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതല്ലാതെ കണ്ണൂരിൽ നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നിവൃത്തികേട് കൊണ്ടാണ്. നിയമവിരുദ്ധമായിട്ട് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിലെ കുറ്റബോധമാണ് നവീൻ ബാബുവിനെ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ചോദിക്കാനുണ്ടായ കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കണ്ണുകളും പി ശശിയിലേക്കാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. CBI വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈക്കോടതി അത് കാണുമെന്നും പ്രതീക്ഷിക്കാം.